ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ്റെ മൊഡ്യൂൾ 2-ലെ രണ്ടാം ഭാഗമാണ് പറയുന്നത്. അതിൽ പ്രീ ലേണിംഗ് ടാസ്ക് ഉണ്ട്. അവിടെ നോക്കൂ, ലുക്ക് അറ്റ് ദ ടേബിൾ ബിലോ ആൻഡ് അണ്ടർലൈൻ ദ കറക്റ്റ് കൊളോക്കേഷൻസ്. കറക്റ്റ് കൊളോക്കേഷൻ പറയാൻ വേണ്ടി ഇതിൽ ഏതാണ് ശരി എന്നുള്ളത്. ഇത് റിയൽ തിങ് ആണോ ജെനുവിൻ തിങ് ആണോ എന്നാണ്. ഇറ്റ്സ് എ റിയൽ തിങ് അല്ലേ? റിയൽ തിങ്. വൈഡ് സമ്മറി ആണോ ബ്രോഡ് സമ്മറി ആണോ പറയാം? ബ്രോഡ് സമ്മറി ആണ്. ബിഗ് ഡീറ്റെയിൽസ് എന്നാണോ ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ എന്നാണോ? ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ എന്നാണ് പറയേണ്ടത്. ഫെയിൽ അറ്റംപ്റ്റ് എന്നാണോ ഫീബിൾ അറ്റംപ്റ്റ് എന്നാണോ? ഫീബിൾ അറ്റംപ്റ്റ് എന്നാണ് പറയേണ്ടത്. ഹെവിലി കൺഫ്യൂസ്ഡ് എന്നല്ല, അട്ടേർലി കൺഫ്യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഫോർമിഡബിൾ ഒപ്പണൻ്റ് ആണോ ലാർജ് ഒപ്പണൻ്റ് ആണോ? ഫോർമിഡബിൾ ഒപ്പണൻ്റ് എന്നാണ് പറയാം. റേസ് യുവർ ഹാൻഡ് എന്നാണോ ലിഫ്റ്റ് യുവർ ഹാൻഡ് എന്നാണ് പറയേണ്ടത്? റേസ് യുവർ ഹാൻഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ചില കൊളോക്കേഷനാണ്. കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില വാക്കുകളുടെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതായത് എന്നാലേ അതിൻ്റെ കറക്റ്റ് മീനിങ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊളോക്കേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കും, ചിലപ്പോൾ മീനിങ്ങും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പ്രാസം നമുക്ക് ഒക്കൂല, അതിൽ കറക്റ്റ് വേ ഓഫ് ടെല്ലിങ് അല്ല അത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉദാഹരണം തന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ റിയൽ തിങ് അല്ലെങ്കിൽ ജെനുവിൻ തിങ്. അപ്പോൾ അവിടെ റിയൽ തിങ് അല്ലേ. അതുപോലെ ബ്രോഡ് സമ്മറി എന്നാണ് പറയാം. അതുപോലെ ഗ്രേറ്റ് ഡീറ്റെയിൽ എന്നാണ് പറയാം. ഫീബിൾ അറ്റംപ്റ്റ്, അട്ടേർലി കൺഫ്യൂസ്ഡ്, ഫോർമിഡബിൾ ഓപ്പണൻറ്റ്, റേസ് യുവർ ഹാൻഡ്, ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നോക്കൂ, എക്സസൈസ് 1. അണ്ടർലൈൻ ദ കോമൺ കൊളോക്കേഷൻസ് ഇൻ ദ ഫോളോയിങ് പാസേജ്. ദ ഫസ്റ്റ് 3 ആർ ഡൺ ഫോർ യു. ഐ മെറ്റ് മൈ ex-husband in 1995. 1995 അല്ലേ. We fell in love at first sight. After 3 years of our first meeting, he proposed and we got married 6 months later. At first, everything was perfect. We both did the housework together. I did the washing up and made the beds, and he did the cooking. He always made a mess. എന്നുള്ളതാണ് ചെയ്യാം. He always made a mess when he did the cooking. But I didn't mind. Underline ചെയ്യാം. Because the dinners were always delicious. When he got a new job in New Delhi, things took an unexpected turn. അവിടെ unexpected turn എന്നുള്ളത് underline ചെയ്യാം. We had to make crucial decisions underline ചെയ്യാം. We moved there so he wouldn't have to take the train to work every day. Take the train. അതുപോലെ തന്നെ his grinding routine began to affect the rhythm of our life. Grinding routine എന്നുള്ള underline ചെയ്യാം. He started paying less attention. Pay less attention എന്നുള്ള underline ചെയ്യാം. To me. He stopped lending a hand in domestic chores. Lending a hand എന്നുള്ള underline ചെയ്യാം. Lending a hand in domestic chores. He was unusually stressed and he started to grow bald. So unusually stressed. പിന്നെ started to grow bald എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഷണ്ടിത്തല ഉണ്ടാവുക. പിന്നെ he felt very depressed about this and became addicted to alcohol. I was getting very worried about him. He would always come home drunk and make a mess. Then one day something caught my attention. It was a lipstick stain on his shirt. I was very angry that he was hiding a secret from me. underline ചെയ്യാം. അപ്പം ഒരു ദിവസം ഇവർ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെ കല്യാണം കഴിച്ചു. അതിന് ശേഷം സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ അദ്ദേഹത്തിന് ലിപ്സ്റ്റിക്സ്
കാണാൻ സാധിച്ചത്. ഓക്കെ, അങ്ങനെ that night when he came home, I flew into a rage. Flew into a rage എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. And he made a frank confession that he had been having an affair. അങ്ങനെ സോ ഫ്രാങ്ക് കൺഫെഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ അയാൾ പറയാണ് അയാൾക്കൊരു അഫെയർ ഉണ്ട് എന്നുള്ളത് അയാൾ സമ്മതിക്കുകയാണ്. സോ ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. ഐ ഫയൽഡ് ഫോർ ഡൈവോഴ്സ്. അങ്ങനെ ഡൈവോഴ്സിന് കൊടുത്തു. ആൻഡ് വി ഗോട്ട് സെപ്പറേറ്റഡ് 2 weeks later. ഗോട്ട് സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഗെറ്റ് സെപ്പറേറ്റഡ് എന്ന് പറയാം. ഓക്കെ, 2 weeks later. We match the words on the left with those they often collocate with on the right. ഇവിടെ നോക്കൂ, മേക്കിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് റൈറ്റ് സൈഡിൽ ഷോപ്പിംഗ് ആണോ? മേക്ക് അറ്റൻഷൻ അല്ല, മേക്ക് ഫീച്ചേഴ്സ് അല്ല, മേക്ക് എ ഫോൺ കോൾ. ഓക്കെ, മേക്ക് എ ഫോൺ കോൾ എന്ന് പറയാം. ഡു ഷോപ്പിംഗ് പറയാൻ പറ്റില്ല, ഡു അറ്റൻഷൻ പറയാൻ പറ്റില്ല, ഡു ഫീച്ചേഴ്സ് പറയാൻ പറ്റില്ല, ഡു ഡിസ്ക്രിപ്പൻസി, ഡു മെത്തഡോളജി പറയാൻ പറ്റില്ല, ഡു പ്രോബ്ലം പറയാൻ പറ്റില്ല, ഡു ഡിസ്ക്രിപ്പൻസി അല്ലേ. അടുത്തത് പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു മേക്ക് എ ഫോൺ കോൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പേ അറ്റൻഷൻ എന്ന് പറയാം, പേ അറ്റൻഷൻ. അതുപോലെ തന്നെ സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാം, സാലിയൻ്റ് ഫീച്ചേഴ്സ്. പ്രിൻസിപ്പൽ കോസ് എന്ന് പറയാം, പ്രിൻസിപ്പൽ പ്രോബ്ലം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്രോബ്ലം, കോസ് അല്ല, പ്രിൻസിപ്പൽ പ്രോബ്ലം കൊടുക്കാം. റിഗറസ് കോഴ്സ് കൊടുക്കാം, റിഗറസ് കോഴ്സ്. അല്ലെങ്കിൽ റിഗറസ് കോഴ്സിന് പകരം റിഗറസ് അപ്പാരൻ്റ് കോഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പാരൻ്റ് കോഴ്സ്, റിഗറസ്, അതുപോലെ ഡു ദ ഷോപ്പിംഗ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ റിഗറസ് മെത്തഡോളജി കൊടുക്കും അല്ലേ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്പൻസി കൊടുക്കാം, പിന്നെ ഏതാ കിട്ടേണ്ടത്? അപ്പാരൻ്റ് കോഴ്സ് അല്ലേ, നേരത്തെ പറഞ്ഞതാണല്ലോ അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മേക്ക് എ ഫോൺ കോൾ കൊടുക്കാം, ഡു ദ ഷോപ്പിംഗ് കൊടുക്കാം, പേ അറ്റൻഷൻ കൊടുക്കാം, പൊട്ടൻഷ്യൽ പ്രോബ്ലം അല്ലേ, പൊട്ടൻഷ്യൽ പ്രോബ്ലം കൊടുക്കണം, പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്പൻസി കൊടുക്കാം. നോക്കട്ടെ, ലാസ്റ്റ് കൊടുക്കാം. അതുപോലെ റിഗറസ് ഡിസ്ക്രിപ്പൻസി കൊടുക്കാം, ഡിസ്ക്രിപ്പൻസി. അപ്പാരൻ്റ് പ്രോബ്ലം കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ അപ്പാരൻ്റ് പ്രോബ്ലം അല്ല, പ്രിൻസിപ്പൽ പ്രോബ്ലമാണ്. അപ്പാരൻ്റ് കോഴ്സ് കൊടുക്കാം, കോഴ്സ്. സാലിയൻ്റ് ഫീച്ചേഴ്സാണ്. പിന്നെ ഏതാണുള്ളത്? പൊട്ടൻഷ്യൽ മെത്തഡോളജിയാണ് കൊടുക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഫ്രേസൽ വേർബ്സ് ആണ്. എ ഫ്രേസൽ വേർബ് ഈസ് എ വേർബ് കമ്പൈൻഡ് വിത്ത് എ പാർട്ടിക്കിൾ, ആൻ ആഡ്വേർബ് ഓർ എ പ്രിപ്പോസിഷൻ. അതായത് ഒരു വെർബും ഒരു പാർട്ടിക്കിളും കൂടെ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അഡ്വേർബോ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ, ഇതൊക്കെ ചേർന്നതാണ് ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാർട്ടിക്കിളും ഒരു വെർബും കൂടി ചേർന്ന സാധനമാണ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ രണ്ടും കൂടി ആവാം, ഓർ സംടൈംസ് ബോത്ത്. Many phrasal verbs in English are idiomatic in the sense
that the meaning of the verb and particle is different from the base verb. അപ്പം ഇഡിയമാറ്റിക് സെൻസിലായിരിക്കും. ഇഡിയമാറ്റിക് സെൻസ് എന്ന് പറയുമ്പോൾ ഈ ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വിചാരിച്ച മീനിങ് അല്ല കിട്ടുക. അതിനൊരു പ്രത്യേക ഇഡിയംസിൻ്റെ പ്രത്യേകത പറയുന്നത് ഒരു നാട്ടുപ്രയോഗങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവരുദ്ദേശിച്ചത് എന്താണോ ആ ഒരു മീനിങ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മീനിങ് ആണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ വാക്കുകളുടെ വെർബിൻ്റെയോ പ്രിപ്പോസിഷൻ്റെയോ മീനിങ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഫ്രെയിം ഇൻട്രൊഡ്യൂസസ് 15 ഹൈ ഫ്രീക്വൻസി ഫ്രേസൽ വേർബ്സ് which are likely to be of high value to learners in their everyday English. നമ്മൾ സാധാരണ ദൈനംദിന ഇംഗ്ലീഷിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പ്രീ ലേണിംഗ് ടാസ്ക് ആണ്. ഇൻ പെയർസ് ഓർ ഗ്രൂപ്പ്സ് ലൈക്ക് ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫ്രേസൽ വേർബ്സ് യൂസ് ഇൻ ദം. ഇവിടെ ഫ്രേസൽ വെർബ് ഉപയോഗിച്ചത് കണ്ടെത്താൻ. ദെൻ ട്രൈ ടു ഗസ് ദെയർ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവിടെ ദിസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്. ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ് എന്ന് പറയും. ഐ വിൽ പുട്ട് യുവർ ഫോൺ നമ്പേഴ്സ് ഡൗൺ ഫോർ ഹിം. ഓക്കെ, അടുത്തത് ഐ കാണ്ട് വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം. ആദ്യത്തേത് ദീസ് ബിഗ് ബിൽസ് ആർ ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെ ചിലവുള്ളതാണ്, അതെൻ്റെ പൈസ കാലിയാക്കുന്നതാണ് എന്നുള്ളൊരു മീനിങ്ങാണ് ഈറ്റിംഗ് ഇൻ ടു മൈ പോക്കറ്റ്. അടുത്തത് ഐ വിൽ പുട്ട് യുവർ ഫോൺ നമ്പേഴ്സ് ഡൗൺ ഫോർ ഹിം എന്ന് പറഞ്ഞാൽ പുട്ട് ഡൗൺ എന്നുള്ളതാണ്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ റൈറ്റ് എന്നുള്ളൊരു മീനിങ്ങാണ്. ഐ കാണ്ട് വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം. വർക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡു എന്നുള്ളൊരു മീനിങ്ങാണ് വർക്ക് ഔട്ട്. അതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്, പക്ഷേ ഇഡിയമാറ്റിക് മീനിങ് ആണ് അതിന് കിട്ടുന്നത്. റീഡ് ത്രൂ ദ സ്റ്റോറി ആൻഡ് അണ്ടർലൈൻ ഓൾ ദ ഫ്രേസൽ വേർബ്സ് യു കം അക്രോസ്. അപ്പം വായിച്ചിട്ട് ഫ്രേസൽ വേർബ് അണ്ടർലൈൻ ചെയ്യും. ടേക്ക് ദം ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക് and figure out their meanings from the context. You can work in pairs or groups. ഇവിടെ നോക്കൂ, സ്മിത had a problem. For a long time, Smita was toying with the idea of hanging out with a very handsome man called ഇവിടെ hanging out ഫ്രേസൽ വേർബാണ്. handsome man called Midhun. And then one day he turned up at her door. Turned up എന്നുള്ളതാണ് ഫ്രേസൽ വേർബ്. turned up എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ appear എന്നുള്ളതാണ്. ഓക്കെ, ഹാങ്ങിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്പെൻഡ് എന്ന് പറയും. ഓക്കെ, മിഥുൻ ടുക്ക് ഹിസ് കോട്ട് ഓഫ്. ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺവെയർ എന്നുള്ളത് അർത്ഥം. ആൻഡ് സാറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരുന്നു. സീയിങ് ദീസ് ഷീ കുഡ് നോട്ട് ഫിഗർ ഔട്ട് എനിത്തിങ്. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. ദെൻ ഹി എക്സ്പ്ലെയിൻഡ് ദ സിറ്റുവേഷൻ. ഫിഗർ ഔട്ട് എന്നുള്ളത് ഫ്രേസൽ വെർബാണ്. ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. ദെൻ ഹി എക്സ്പ്ലെയിൻഡ് ദ സിറ്റുവേഷൻ. വൈൽ ഡ്രൈവിംഗ് പാസ്റ്റ് ഹെർ ഹൗസ് ഹിസ് കാർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് വരിക എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഔട്ട്സൈഡ്. സഡൻലി സ്മിത ചിപ്ഡ് ഇൻ വിത്ത് എ സജഷൻ. ചിപ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ കെയിം അപ്പ് എന്നുള്ളൊരർത്ഥമാണ്. അതായത് ഒരു സജഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇൻ വിത്ത് എ സജഷൻ ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് ഈസിലി സോർട്ട് ഔട്ട് ദ പ്രോബ്ലം ബിക്കോസ് ഷീ ന്യൂ എ മെക്കാനിക് ഹും ഹി കുഡ് റിയലി കൗണ്ട് ഓൺ. അപ്പോൾ അവിടെ അവൾ പറയാണ് ഷീ കുഡ് ഈസിലി സോർട്ട് ഔട്ട് ദ പ്രോബ്ലം. സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് എന്നുള്ളൊരു മീനിങ്. ദ പ്രോബ്ലം ബിക്കോസ് ഷീ ന്യൂ എ മെക്കാനിക് ഹും ഹി കുഡ് റിയലി കൗണ്ട് ഓൺ. കൗണ്ട് ഓൺ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നുള്ള ഒരർത്ഥമാണ്. ഷീ ലുക്ക്ഡ് അപ്പ് ദ നിയറസ്റ്റ് ഗരാഷ്. ഓക്കെ, ലുക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ഫോർ.
the nearest garage in the phone book to call out the mechanic for him. Call out എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cry for help. ഓക്കെ, സീക്ക് ഹെൽപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കോൾ ഔട്ട് ഫ്രേസൽ വെർബ്. Meanwhile, she offered him a cup of tea. Okay, meanwhile, she offered him a cup of tea and dished out some snacks. Dish out എന്ന് പറഞ്ഞാൽ സെർവ് എന്നുള്ളതാണ്. He accepted, but then she realized there was no milk. We have run out of milk. Run out എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to become empty എന്നാണ്. To be empty, അതായത് ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പം പാലില്ല എന്നുള്ളതാണ്. She said and went out to buy milk.